മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം. ഇന്നത്തെ കുട്ടികളൊക്കെ ഭയങ്കര മിടുക്കന്മാരാണ്. അവർക്ക് പല ക്രേസുകളുണ്ട്. ചിലർക്ക് ഫാഷനാണ് ക്രേസ്. ആ ഫാഷനിൽ തന്നെ ചെരുപ്പുകൾ, ഷൂകളൊക്കെയാണ് അവരുടെ ഫാഷൻ ക്രേസുകൾ. അങ്ങനെ ക്രേസ് ഉള്ള ആളുകൾക്ക് അതിന് പറ്റിയ വിദ്യാഭ്യാസം ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു വിദ്യാഭ്യാസം നമുക്ക് കിട്ടുക, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചെയ്യുന്ന ഒരു ജോലി നമുക്ക് കിട്ടുക, എന്ത് ഭാഗ്യമായിരിക്കും അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഫുട്വെയർ ഡിസൈനിങ് പഠിക്കുകയും ജോലി ലഭിക്കുകയും ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിലുള്ള ഫുട്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, FDDI എന്ന് പറയും. അവര് ബാച്ചിലർ ഇൻ ഡിസൈൻ കോഴ്സുകൾ നടത്തുന്നുണ്ട്. എന്തൊക്കെയാ കോഴ്സുകൾ? ഫുട്വെയർ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ, ഫാഷൻ ഡിസൈൻ, ലെതർ ലൈഫ് സ്റ്റൈൽ ആൻഡ് പ്രോഡക്റ്റ് ഡിസൈൻ, കൂടാതെ BBA ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലും കോഴ്സ് ഉണ്ട്, BBA ഇൻ റീറ്റെയിൽ ആൻഡ് ഫാഷൻ മെർച്ചൻഡൈസ്. ഇതില് ഒരു എൻട്രൻസ് പരീക്ഷയിലൂടെയാണ് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നത്. ഇതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷനും ഉണ്ട് കേട്ടോ. പക്ഷെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഗ്രാജുവേഷൻ പഠിച്ചു തീർക്കണം. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള എൻട്രൻസ് ടെസ്റ്റ് നവംബർ മാസത്തിൽ കോൾ ഫോർ ചെയ്യും. നവംബർ മധ്യത്തോടെ രജിസ്ട്രേഷൻ ആരംഭിക്കും. ഏപ്രിൽ മാസമാകുമ്പോഴേക്കും ലാസ്റ്റ് ഡേറ്റ് ആവും. അപ്പൊ ഇനിയും നമുക്ക് അപ്ലൈ ചെയ്യാം. മെയ് മാസത്തിലാണ് ഇതിന്റെ പരീക്ഷ വരിക. ഈ പരീക്ഷയിൽ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് അളക്കുന്ന, ഫാഷനിലുള്ള, നിങ്ങളുടെ ഡ്രോയിങ്ങിലൊക്കെയുള്ള, നിങ്ങളുടെ ക്രിയേറ്റീവ് മൈൻഡിലുള്ള ആപ്റ്റിറ്റ്യൂഡ് അടക്കുന്ന പരീക്ഷകളാണ് ഉണ്ടാവുക. പിന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉണ്ടാവും. കൂടാതെ അതിനുശേഷം ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പം നല്ല ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ഒക്കെ ഉള്ള കുട്ടികൾക്കാണ് അഡ്വാൻറ്റേജ്. ഇംഗ്ലീഷ് നന്നായി എഴുതാനും നന്നായി സംസാരിക്കാനും ഒക്കെ പറ്റേണ്ടത് ഇന്റർവ്യൂവിൽ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. 12ാം ക്ലാസ് പാസ്സായാൽ മതി. 12ാം ക്ലാസ് പാസ്സാവുന്ന ഏത് കുട്ടികൾക്കും ഈ പരീക്ഷ എഴുതാം. അങ്ങനെ ഈ പരീക്ഷയിലൂടെ അഡ്മിഷൻ കിട്ടിയാൽ നമുക്ക് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിലുള്ള 12 ഫാഷൻ ഡിസൈനിങ് കോളേജുകളിലേക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ കിട്ടും. എപ്പോഴും അതെ, മക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതാണ്. നാട്ടുകാർ പറയുന്ന സ്കോപ്പിലല്ല നമ്മുടെ ജീവിതം ഇരിക്കുന്നത്. നമ്മുടെ ജീവിതം ഇരിക്കുന്നത് നമ്മുടെ താല്പര്യങ്ങളിലാണ്. നമ്മുടെ താല്പര്യങ്ങൾ എന്താണ്? നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഏതൊക്കെ തരത്തിലാണ് നമുക്ക് നമ്മുടെ ക്രിയേറ്റീവ് ആക്കാൻ കഴിയുക? അത്തരം മേഖലകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. വ്യത്യസ്ത വിദ്യാഭ്യാസ മേഖലകളെക്കുറിച്ച് മനസ്സിലാക്കുക. അതിൽ നമ്മൾ എക്യുപ്പ് ചെയ്യാൻ ആവശ്യമായ രീതിയിലുള്ള എന്ത് കോഴ്സ് എടുത്താൽ എനിക്ക് ഏറ്റവും നന്നായി എൻ്റെ പരീക്ഷകൾ പാസ്സാവാൻ പറ്റും, ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജോലി കിട്ടും എന്നൊക്കെ സ്വയം മനസ്സിലാക്കുക. അങ്ങനെയാണ് നമ്മൾ കോഴ്സുകളെ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള വീഡിയോകളായിട്ട് ഇനിയും ഞാൻ ഉണ്ടാവും. ഈ പരീക്ഷയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്റ്റേ വിത്ത് മീ. We will be continuously giving you information about different educational possibilities and careers. Thank you.